വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. മാർട്ടിൻ സുബമെൻഡി ടു ആഴ്സണൽ അഡ്വാൻസ്ഡ് നെഗോഷിയേഷൻസ് ഒക്കെ നടക്കുക എന്നുള്ള രീതിയിൽ പ്രമുഖ ജേർണലിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആദ്യം സാമി മോക്ബെൽ, ഡെയിലി മെയിലിൻ്റെ സാമി മോക്ബെലാണ് റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഡേവിഡ് ഓൺസ് റിപ്പോർട്ട് ചെയ്തു, റൊമാനോ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ പല ജേർണലിസ്റ്റുകളും ഇപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ സമ്മറിൽ ലിവർപൂളിൻ്റെ ഒരു ടാർഗറ്റ് ആയിരുന്നു. അപ്പോൾ അവർ കാര്യമായിട്ട് നോക്കിയ ഒരു പ്ലെയറാണ്. റയൽ സോസിഡാഡിൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ സുബമെൻഡി പറഞ്ഞു ഞാൻ സോസിഡാഡിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം സോസിഡാഡിലെ കാലാവസ്ഥ, അതുപോലെ തന്നെ ബോയ്ഹുഡ് ക്ലബ്ബ്, അവിടെ നിന്ന് പോരാനെങ്ങും തോന്നുന്നില്ല എന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ 6 മാസത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എന്തായാലും ലിവർപൂളിനെ സംബന്ധിച്ച് മറ്റൊരു റിജക്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇത്രയധികം റിജക്ഷൻ കിട്ടുന്ന ഒരു ബിഗ് ക്ലബ്ബ് ഉണ്ടോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. അപ്പോൾ എനിവേ ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ സുബമെൻഡി ഏതൊരു ടീമിലേക്ക് പോയി കഴിഞ്ഞാലും ആ ടീമിനെ ബെറ്റർ ആക്കാൻ കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. അപ്പോൾ അത് ഹീസ് സച്ച് എ പ്ലെയർ, നമുക്കത് അറിയാവുന്നൊരു കാര്യമാണ്. അതിൽ തന്നെ വിശേഷിപ്പിക്കുന്ന കാര്യം ഒരു മോഡേൺ ഡേ സെർജിയോ ബുസ്കറ്റ്സ് ആയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ആളുടെ പ്രസ് റെസിസ്റ്റൻസ്, ബോൾ ക്യാരിയിങ്, പാസിങ്, പിന്നെ ടെക്നിക്കലി വളരെയധികം ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചുറികളൊന്നും വന്നില്ലെങ്കിൽ ഏതൊരു ക്ലബിനാണെങ്കിലും വളരെ ലോ റിസ്ക് സൈനിങ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ 50 മില്യൺ ആ റേഞ്ചൊക്കെ ഉള്ളൂ. സോ അപ്പോൾ അങ്ങനെ നല്ലൊരു പ്ലെയറിനെയാണ് ആഴ്സണലിൽ കിട്ടുന്നത്. അപ്പോൾ അവർ സമ്മറിലേക്ക് സൈൻ ചെയ്യാനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന റിപ്പോർട്ടുകളനുസരിച്ച് ആർട്ടറ്റ കാര്യമായിട്ട് ഈ പ്ലെയറിൻ്റെ ഡിസിഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മെറീനോനെ കൊണ്ടുവന്നു. പിന്നെ മാത്രമല്ല മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓഡിഗാർഡ്, മെറീനോ, സുബമെൻഡി ഇവർ 3 പേര് സോസിഡാഡിൽ കളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സോസിഡാഡ് മിഡ്ഫീൽഡാണ് ബേസിക്കലി ആഴ്സണലിൽ ആർട്ടറ്റ സെറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഒരു നല്ല കാര്യമാണോ മോശം കാര്യമാണോ എന്നുള്ളത് ഫാൻസ് തന്നെ പറയേണ്ടി വരും. എന്തായാലും ജോർജീനോടെയും പാർട്ടിയുടെ ഒക്കെ കോൺട്രാക്ട് ആഴ്സണലിൽ അവസാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്കാണ് സുബമെൻഡിനെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ എന്തായാലും മൂവിങ് ഓൺ, മറ്റൊരു വാർത്ത വന്നുകൊണ്ടിരുന്ന കാര്യമാണ് എൻകുങ്കുവിന് വേണ്ടി ബയൺ എൻക്വയറി നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ ചെൽസി ആയിട്ട് അതിൻ്റെ ഡിസ്കഷനൊക്കെ ആയിട്ട് വേണ്ടി ചെന്നു. അപ്പോൾ ചെൽസി ഏതാണ്ട് 50 മില്യൺ പ്ലസ് മേടിച്ചൊരു പ്ലെയറാണ്. പക്ഷേ അവർ ആവശ്യപ്പെടുന്ന 65 മില്യൺ ആണെന്നുള്ള തരത്തിൽ അത്ലറ്റിക് ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻകുങ്കുടെ കാര്യം പറയുകയാണെങ്കിൽ എൻകുങ്കു വന്നതിന് ശേഷം ഒത്തിരി ഇഞ്ചുറി ആയ ഒരു പ്ലെയറാണ്. ബുണ്ടസ് ലീഗയിലൊക്കെ കളിച്ച് പ്രൂവ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അതിന് ശേഷമാണ് ചെൽസിയിൽ വന്നത്. പക്ഷേ ചെൽസിയിൽ ഈ പറയുന്ന പോലെ ഒരു സെക്കൻഡ് ടയർ പ്ലെയർ എന്നുള്ള പോലെയാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ കോൾ പാമറിനൊപ്പം തന്നെ ജോയിൻറ്റ് ടോപ്പ് സ്കോററാണ്. പക്ഷേ എൻകുങ്കുവിൻ്റെ ഗോളുകളൊക്കെ വരുന്നത് കോൺഫറൻസ് ലീഗിലാണ്. 13 ഗോളുകൾ ഈ സീസണിൽ അടിച്ചിട്ടുണ്ട്. അതിനകത്ത് 11 വന്നത് കോൺഫറൻസ് ലീഗിലാണ്. അപ്പോൾ ബേസിക്കലി ഫസ്റ്റ് ടീമിലേക്ക് കാര്യമായിട്ട് അല്ലെങ്കിൽ മെയിൻ ടീമിലേക്ക് വന്നു കഴിയുമ്പോൾ കാര്യമായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻകുങ്കുവിന് ചെൽസി വിട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബയൺ എന്ന് പറഞ്ഞാൽ തീർച്ചയായും നല്ലൊരു ഓപ്ഷനാണ്. പുള്ളിക്കാരൻ ബുണ്ടസ് ലീഗയിൽ കളിച്ച് പ്രൂവും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ ഇഞ്ചുറി എന്ന് പറയുന്നത് വലിയൊരു കൺസേൺ ആണ്. അപ്പോൾ ഇങ്ങനെ ചെൽസിയുടെ അടുത്ത് ബയൺ ഇങ്ങനെ ഡിസ്കഷന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ബയൺ മത്തിയസ് ടെല്ലിൻ്റെ കാര്യം ആവശ്യപ്പെട്ടു. ചെൽസി മത്തിയസ് ടെല്ലിൻ്റെ കാര്യം ആവശ്യപ്പെട്ടു. മത്തിയസ് ടെൽ അവൈലബിൾ ആണ്, ഒരു സെപ്പറേറ്റ് ഡീലിൽ ചെയ്യുന്ന കാര്യം ആവശ്യപ്പെട്ടു. അപ്പോൾ മത്തിയസ് ടെല്ല് 19 വയസ്സുള്ള ബയണിൻ്റെ ഫ്രഞ്ച് താരമാണ്. ഭയങ്കര പൊട്ടൻഷ്യലുള്ള പ്ലെയർ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ബാർസലോണ ടീനേജേഴ്സിനെ പോലെ ഒന്നും അങ്ങനെ സീനിലേക്ക് അങ്ങനെ ബേസ്റ്റ് ഔട്ടായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഭയങ്കര പൊട്ടൻഷ്യലുള്ള ഒരു സൂപ്പർ താരമാവാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ ആയിട്ടാണ് ബയൺ ഫാൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫുട്ബോളിൽ ജനറലി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയറിനെ ചെൽസി ആവശ്യപ്പെട്ടു. പക്ഷേ ബയൺ അത് കൊടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.